നമ്മളെല്ലാവരും സ്നേഹിച്ചിരുന്ന ഒരു ആളാണ് കൊല്ലം സുധി, നമ്മുടെ സുധിച്ചേട്ടൻ. ഞാൻ കോമഡി കാണുന്നുണ്ടെങ്കിൽ അത് ഫ്ലവേഴ്സിലെ അവരുടെ പരിപാടീസ് ഉണ്ട് കാണുന്നത്. അന്നൊക്കെ അതിൻ്റെ പ്രോഗ്രാമിൽ ഒരു ടമർപ്പടാന്നായിരുന്നു, പിന്നെ ഒരു മാറ്റി സ്റ്റാർ മാജിക് എന്നാക്കി. അപ്പോൾ ഞാൻ സ്ഥിരം സുധിച്ചേട്ടൻ്റെ പ്രോഗ്രാംസ് ഒക്കെ അതിനകത്ത് കാണുമ്പോൾ അഥവാ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ അത് യൂട്യൂബ് സെർച്ച് ചെയ്ത് എങ്ങനെയെങ്കിലും കാണുമായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് പുള്ളിക്ക് ഒരു ആക്സിഡൻറ്റ്, ഇങ്ങനെ അവിടെ ഷോസ് കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അല്ല, മനുഷ്യരുടെ കാര്യം എങ്ങനെയാണ്, ഇന്ന് പ്രോഗ്രാം ചെയ്തെന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നാലും എവിടെ ആയാലും നമുക്കൊന്നും മുൻകൂട്ടി പറയാനോ നാളെ ഞാൻ കാണുമെന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ അതല്ല നമ്മുടെ ടോപ്പിക്ക്. അപ്പം അങ്ങനെ സുചേട്ടൻ്റെ ഇതിൽ കുറേ മരിച്ചതിന് ശേഷം ലക്ഷ്മി നക്ഷത്രം അറിയാമല്ലോ, ടെമാർപടാറിൻ്റെ അവതാരികയാണ് ലക്ഷ്മി നക്ഷത്രം. പിന്നെ സുചേട്ടൻ മരിച്ചതിന് ശേഷം ഒരുപാട് വീഡിയോസ് അതിനെ അപ്ലോഡ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ രേണു അല്ലേ, സുചേട്ടൻ്റെ വൈഫ് രേണുവിൻ്റെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാവുന്നത്. കുറേ കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾ കാണുന്നത് കുറേ ഫോട്ടോഷൂട്ടും വീഡിയോസും ഷോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രം അതിനായിട്ട് ഒരു പ്രതികരിച്ചിട്ടുണ്ട്. അവർക്ക് ആദ്യം നമുക്കൊന്ന് കാണാം. അവരുടെ ലൈഫ്, അവരുടെ ഇഷ്ടം, അവരുടെ റൂൾസ്. ഇതാണ് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞേക്കുന്നത്. അപ്പം ഇതെന്ന് വെച്ചാൽ സുചേട്ടൻ മരിച്ചതിന് ശേഷം ഭയങ്കരമായിട്ടും വീടിന് വേണ്ടിയിട്ട് സപ്പോർട്ടിനായാലും രേണുവിനായാലും ഭയങ്കര സപ്പോർട്ടാണ് ലക്ഷ്മി നക്ഷത്രം. പിന്നെ ഇതിപ്പം പറഞ്ഞതും ശരിയാണ്, കാരണം രേണുവിൻ്റെ റൂൾസാണ്, രേണുവിൻ്റെ ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ. അതിന് കണ്ടന്റ് ഉണ്ടാക്കുന്നവരൊന്നും പറയുന്നത്. ആദ്യമേ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അവർക്ക് അതായിരിക്കും ഇഷ്ടം, അവരുടെ രീതിയിലാണ് അവർ ഓരോ വീഡിയോസും ഷോർട്സ് ഒക്കെ ചെയ്യുന്നത്. അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്, നമ്മൾ വെറും കാഴ്ചക്കാർ മാത്രമാണ്. അതിന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് അവർ ചെയ്യുന്നതിന് വരുന്നുണ്ട്. കാരണം നമ്മൾ സുചേട്ടനൊക്കെ അതുപോലെ മനസ്സിലായിട്ട് കാണുന്നൊരു ചേട്ടനാണ്. അപ്പം പുള്ളിയുടെ വൈഫ് പുള്ളി മരിച്ചാലും നമ്മൾ ആ ഒരു സ്നേഹം രേണുവിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു മാന്യമായിട്ടുള്ള രീതിയിലായിരുന്നു. അവരവർ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് നമ്മൾ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പം ഞാൻ പറഞ്ഞിട്ട് അവരെ ചെയ്യാതിരിക്കും, അങ്ങനെ ഇല്ലല്ലോ. അവരവരുടെ ഇഷ്ടമാണ് അതെല്ലാം. ഇങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കതിലും നല്ല രീതിയിൽ വിഷമമാവുന്നുണ്ട്. കാരണം സുചേട്ടൻ മരിച്ചാലും ആ സ്നേഹയോടിന് കൊടുത്തവർക്ക് വീടായി നല്ല സപ്പോർട്ട് നിന്നൊരു ടൈമിലാണ് ഇങ്ങനൊരു പുള്ളിക്ക് എന്താണെന്നറിയില്ല ഇങ്ങനെ ഒരു ഇത്. കാരണം പക്ഷേ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ആണ്, നമുക്കൊരു വിഷമം വരും. കാരണം എന്തൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഷോർട്സും ഇതൊക്കെ ചെയ്യുമ്പോൾ, അതും ഡ്രസ്സും മാത്രമല്ല അങ്ങനത്തെ സീൻസും ഇച്ചിരി റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസും കൂടെ വരുമ്പോഴത്തേനും പിന്നെ അറിയാമല്ലോ. രേണു ചെയ്യുന്ന വീഡിയോസ് എല്ലാം വൈറലാവുകയാണ്. കാരണം ഇങ്ങനെയുള്ള ടോപ്പിക്കും കാര്യങ്ങളാണ് പെട്ടെന്ന് തന്നെ വൈറലാവും. പിന്നെ എനിക്കിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ സുചേട്ടൻ അതുപോലെ ഇഷ്ടപ്പെട്ടിരുന്നൊരു രേണു ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇതൊക്കെ അഭിനയമാണ്. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സിനെതിരെയും പറയുന്നുണ്ട്. പറയേണ്ടവർ പറഞ്ഞോട്ടെ, എനിക്കെന്താ കുഴപ്പമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നാലും നമ്മൾ സുചേട്ടൻ്റെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. ഇച്ചിരി വേഷത്തിലായാലും കുറച്ചൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. പിന്നെ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാൻ ആൾക്കാർ കാണാം, അത് സ്വാഭാവികം, സത്യമാണ്. പക്ഷെ എന്നാലും വേഷധാരണത്തിലും അങ്ങനെയുള്ള സീൻസിലൊക്കെ കുറേ കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ നെഗറ്റീവ് കമൻറ്റ്സ് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. പിന്നെ അവരോട് ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ അവർ ചെയ്യുന്നത്. അതുപോലെ അവരുടെ ഫ്രീഡത്തിലാണ് അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്കതായിരിക്കും ഇഷ്ടം, ചെയ്യട്ടെ. പിന്നെ ഞാൻ ലക്ഷ്മി നക്ഷത്രം വരെ പ്രതികരിച്ചു ഇതിന് വേണ്ടിയിട്ട് ചോദിച്ചപ്പം ഇങ്ങനെയാണ്. അതൊക്കെ കാണുമ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാനും ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം അവർക്ക് ഒഴിവാക്കാമായിരുന്നു, പിന്നെ അവരുടെ ഇഷ്ടം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസ്. ഞാൻ കുറേയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. കഴിവുണ്ടെങ്കിൽ അല്ലേ പെട്ടെന്ന് അംഗീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ പതിയെ നമ്മൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് എന്തായാലും, കഷ്ടപ്പെടുന്നതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. അപ്പോൾ ഇങ്ങനെ വൈറലാവണമെന്നില്ലല്ലോ. സുധിച്ചേട്ടനോടുള്ള സ്നേഹം നമ്മൾ രേണുവിനോട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇടയ്ക്ക് വന്നത്. എന്നാലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, അത് ജസ്റ്റ് അഭിനയമാണ്. എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കും സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും ചിലപ്പം ഇതൊന്നും ഇഷ്ടപ്പെടുന്നതാണില്ല. എന്തായാലും അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യട്ടെ. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കാണുക, റിയാക്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ.